നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ ഒരു ഹാർഡ് ഡിസ്കിൽ നിന്നും എങ്ങനെ ഡേറ്റ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊന്ന് വാങ്ങിച്ചേക്കുന്നത് PI ബോക്സ് SATA to USB എന്ന് പറയുന്നത് ഇത് ആമസോൺ വഴിയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് 510 രൂപയായി നമ്മുടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ. അപ്പം ഈ ഒരു സാധനമാണ് ഇതിനു വേണ്ടി വാങ്ങിച്ചേക്കുന്നത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേബിളും അതിന്റെ കൂട്ടത്തിൽ ഒരു നമ്മുടെ ബില്ലുണ്ടാവും. അത് കൂടാതെ തന്നെ ഒരു പൗച്ചും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നോർമലി ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിന്റെ ഇന്റേണൽ ഹാർഡ് ഡിസ്ക് നമ്മൾ USB ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് CGTന്റെ ആണ്, ഏതിന്റെ ആണെന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ രണ്ട് പോർട്ടാണ് നമ്മൾ ബേസിക്കലി ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പോർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ USB നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റവുമായിട്ട് അതായത് PC ആയിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. നോർമൽ നമ്മൾ USB കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാം. അത് എനിക്ക് ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു കേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് USB 3 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു റെഡ് ആൻഡ് ബ്ലൂ ഇൻഡിക്കേഷൻ ആണ് വരുന്നത്. അതായത് ബ്ലൂ ഇൻഡിക്കേഷൻ ഒന്ന് മിന്നിക്കഴിഞ്ഞ് നിന്നതിന് ശേഷമാണ് നമുക്ക് ഫുള്ളായിട്ട് ഡേറ്റ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിനുശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഡേറ്റ ട്രാൻസ്ഫർ ഫുള്ളായിട്ട് നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നത് ആ ബ്ലൂ ലൈറ്റിന്റെ ഇൻഡിക്കേഷൻ വഴിയാണ് കാണിക്കുന്നത്. ബ്ലൂ ലൈറ്റ് മിന്നാൻ നിൽക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരുന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഐക്കൺ ബൂട്ടിലേക്ക് പോവാം. പിന്നെ എന്തിൽ ഉണ്ടായിരുന്നത് ഈ സിയും ഡിയും ഇയും F1 ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് Hഉം അതേപോലെ തന്നെ ഇയും ജിയും. ഇങ്ങനെയാണ് നമുക്കൊരു ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുള്ള പഴയ കാര്യം, ഇത് അതിന്റെ പഴയ C ഡ്രൈവ് ആണ്. അപ്പം ആ പഴയ ഡേറ്റാസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് നിന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡിവൈസ് ആമസോണിൽ നിന്നും കിട്ടും. ആ ലിങ്ക് എല്ലാം ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു.